എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ വിചാരിക്കുക ജീവിതം മതിയായിട്ടാണ്, ആളുകൾ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മരണത്തെ സ്വയം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളാണ് അവരും. പക്ഷേ ജീവിതത്തിലെ പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാതെ അതിൻ്റെ വിഷമം കൊണ്ട് ജീവിതം ഇനി ഒരിക്കലും ശരിയാവില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെയാണ് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെടുക. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ സ്വയം ജീവനെടുക്കാൻ തയ്യാറാവാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ട് എന്നുള്ളതല്ല. എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിലെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതി ആത്മഹത്യയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഇമോഷണൽ ഓവർലോഡ് ഒക്കെ അധികമാകുമ്പോൾ ഒരുപാട് വിഷമകരമായ അവസ്ഥ, ഒരുപാട് വേദനാജനകമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നൊരു എസ്കേപ്പ് എന്നുള്ള രീതിയിൽ ആളുകൾ മരണത്തെ തിരഞ്ഞെടുക്കാറുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡർ അങ്ങനെയുള്ള ഒരുപാട് രോഗാവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ മരണത്തിലേക്ക് കിടക്കാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസുള്ള ആളുകൾക്ക് സ്വയം തോന്നും അവരെന്തോ ട്രാപ്പഡായി കിടക്കുകയാണ്, എന്തൊരു പ്രശ്നത്തിലാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ആങ്സൈറ്റി കൂടിയിട്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട് ഒക്കെ ആളുകൾ ആത്മഹത്യയിലേക്ക് കടക്കാറുണ്ട്. പലരെയും മരണത്തിലേക്ക് നയിക്കുന്നത് അവർക്ക് പ്രോപ്പറായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ആളുകൾ ഇതിനെ ഒരു സ്റ്റിഗ്മയായി കാണുകയാണ്. ഇപ്പോൾ വീട്ടിൽ സംസാരിച്ചാലും വീട്ടിലുള്ളവർക്ക് അറിയാമെങ്കിലും അവർ സാധാരണ നമുക്ക് ശാരീരികമായ ഒരു അസുഖം വരുമ്പോൾ, പനിയോ വയറുവേദനയോ വരുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നത് പോലെ മാനസികാസ്വാസ്ഥ്യങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ ചിലരൊക്കെ, എല്ലാവരും എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട്. അത് ഡോക്ടറെ കാണുന്നത് എന്തോ, സൈക്കാട്രിസ്റ്റിനെ സൈക്കോതെറാപ്പിസ്റ്റിനെയൊക്കെ കാണുന്നത് എന്തോ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിഗ്മയെ പേടിച്ചിട്ട് ആളുകൾ എന്ത് പറയുന്നൊക്കെ പേടിച്ചിട്ട് പ്രോപ്പറായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആ കാരണം കൊണ്ട് പല ആത്മഹത്യകളും സംഭവിക്കാറുണ്ട്. പിന്നെയുള്ളതാണ് ഫീലിംഗ് ഹോപ്പ്ലെസ്. നമുക്ക് പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരവസ്ഥയെത്തും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുപാട് പരാജയങ്ങൾ തുടരെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അറ്റുപോകും. ഇനി ജീവിതത്തിൽ എനിക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നമായി മാറുകയാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഹോപ്പ് വേണം, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വേണം. ഇന്നല്ലെങ്കിൽ നാളെ നല്ലത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുള്ളൂ. അപ്പോൾ തുടരെ കുറേ പരാജയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആളുകൾ ഹോപ്പ്ലെസ് ആയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ മുതിരാറുണ്ട്. അത് കരിയറിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് ആയിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഈ ബിസിനസ് എന്തെങ്കിലുമൊക്കെ തകർന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതൊന്നൊരു എസ്കേപ്പ് ഇല്ല എന്ന് കരുതിയിട്ട് മരണത്തെ ഒരു രക്ഷയായിട്ട് കണക്കാക്കാറുണ്ട് ആളുകൾ. പിന്നെ ഇപ്പോൾ കോമണായി കണ്ടുവരുന്ന ഒരു സംഭവമാണ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ചുറ്റും ഒരുപാട് പേര് ആളുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത വരുമ്പോൾ, എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് ഫീൽ ആവും. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ബിസി ആവുമ്പോൾ കൂടെയുള്ള ആൾ എങ്ങനെയാണ് പോകുന്നത്, അവരുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് എന്നൊന്നും അറിയാനോ കേൾക്കാനോ ആരും ശ്രമിക്കാറില്ല. അപ്പം അങ്ങനെ ബിസി ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അവസാനം അവർ ജീവിതം അവസാനിപ്പിച്ച് കഴിയുമ്പോഴേ കൂടെയുള്ളവർ പോലും അറിയുള്ളൂ, അയ്യോ അവർ ഇത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് തന്നെ അതിന് ശേഷമായിരിക്കും. പിന്നെയുള്ളതാണ് മേജർ ലൈഫ് സ്ട്രെസ് ഓർ ട്രോമ. എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള നഷ്ടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ, ഒന്നുകിൽ അവർ മരണപ്പെടാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, ബുള്ളിങ് ഉണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ പെട്ടെന്നൊരു എന്തെങ്കിലും ലോസ് ഉണ്ടാകുമ്പോൾ, അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാൻ, ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ പെട്ടെന്ന് ഒരുപാട് നഷ്ടം വരുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോഴത്തെ ഒരു ഇമ്പൾസീവ് ഡിസിഷനിൽ മരണത്തെ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് വേറെ വഴിയില്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ പെട്ടെന്ന് വരുമ്പോൾ, ആ ഇൻറ്റൻസ് ആയിട്ട് ഇമോഷൻസ് വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അവർ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം കിട്ടിയേക്കാം. അതൊരു വലിയ പ്രശ്നമല്ല, ഇതൊന്ന് രക്ഷപ്പെടാം എന്നൊക്കെ അവർക്ക് മനസ്സിലായേക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കാനുള്ള സമയം ചിലർ കൊടുക്കില്ല. പെട്ടെന്ന് അപ്പം ഉണ്ടാകുന്ന ഈ വാർത്ത കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കാര്യം അറിയുമ്പോൾ ഉള്ള ഒരു ഭയങ്കരമായ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിൻ്റെ പുറത്ത് ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുന്ന ആളുകളുണ്ട്.
ഈ കാര്യം ടെമ്പററി ആയിരിക്കും, പക്ഷേ അവരെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഇമ്പൾസീവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി കൂടി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടും. ലോജിക്കലായി ചിന്തിക്കുന്നതിനുള്ള സാധ്യത അവിടെ കുറയുകയാണ് നമ്മൾ എന്തെങ്കിലും ലഹരിക്ക് കൂടി അടിമയായിരിക്കുമ്പോൾ. പിന്നെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമാണ് ഫീലിംഗ് ലൈക്ക് എ ബേർഡൻ. നമുക്ക് തന്നെ സ്വയം തോന്നുകയാണ്, അയ്യോ ഞാൻ രക്ഷപ്പെടുന്നില്ല, ഞാൻ കാരണം എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ കാരണം അവർക്കും ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലൈഫ് ഡിസിഷൻസ് കാരണം മറ്റുള്ളവർക്ക്, ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുകയാണ്, അയ്യോ ഞാൻ ആൾക്കാർക്കൊരു ശല്യമാണ്, എൻ്റെ എക്സിസ്റ്റൻസ് ആണ് പ്രശ്നം, ഞാൻ ജീവനോടെ ഇരിക്കുന്നതേ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ സ്വയം വരികയാണ്. ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ മറ്റുള്ളവർ അങ്ങനെയൊന്നും കരുതുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഞാൻ മരിക്കുകയായിരിക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് നല്ലത് എന്ന് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അങ്ങനെയും നമ്മളെ സ്വയം ഒരു ബേർഡനായി കണ്ടിട്ട് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ കുറച്ച് സിഗ്നൽസ് കാണിക്കാറുണ്ട്. അവർ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സിഗ്നൽ അവർ കൊടുക്കാറുണ്ട്. സഡൻ ആയിട്ടുള്ള വിത്ഡ്രോവൽ. അവർ പെട്ടെന്ന് അതുവരെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടുക, ഏകാന്തതയെ ഇഷ്ടപ്പെടുക, എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും നമ്മളവരെ ശ്രദ്ധിക്കണം. സാധാരണ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻജോയ് ചെയ്യാതിരിക്കുക, ഒന്നിനോട് താല്പര്യമില്ലായ്മ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളവരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്വന്തം വസ്തുക്കൾ, അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ദാനം ചെയ്യുക, അവനവൻ്റെ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ അത് നോട്ട് ചെയ്യണം. പിന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ശാന്തതയൊക്കെ അങ്ങ് വരും, ഒരു ഇമോഷണൽ നംബ്നെസ് ഒക്കെ വരും, പെട്ടെന്ന് നിർവികാരമായി പോവുക. പ്രത്യേകിച്ച് ഒന്നിനോട് താല്പര്യമില്ലായ്മയും, പ്രത്യേകിച്ച് എന്ത് കേട്ടാലും നമുക്കൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത വരിക. എനിക്കൊരു മെച്യൂരിറ്റി വന്നു, എനിക്കിതൊന്നും കേട്ടാൽ പണ്ടൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു, ഇപ്പം അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും അത് മെച്യൂരിറ്റി ആയിരിക്കില്ല, മറിച്ച് നമുക്കൊരു ഇമോഷണൽ നംബ്നെസ് അനുഭവപ്പെടുകയായിരിക്കും. നമുക്ക് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഒന്നും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്താതെ വരിക എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മാനസിക പ്രശ്നം വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലാതെ എപ്പോഴും അത് പക്വതയുടെ ലക്ഷണമായിട്ട് കണക്കാക്കരുത്. നമ്മുടെ ചിന്തയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. നമ്മുടെ ചിന്തകൾ പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ, ശരിയല്ലാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രസ്റ്റ് വർത്തിയായ ഒരു ആളോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ നമുക്ക് തരും. അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ, കുറച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയേക്കാം, നമ്മുടെ ചിന്തകൾ തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായേക്കാം. അതൊരു ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിശ്വാസമുള്ള ആളുകളോട് നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കുന്നത് കുറേയൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് സംസാരിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് നേടുന്നതായിരിക്കും കൂടുതൽ നല്ലത്.